നമുക്കറിയാം അനസ് എന്ന് പറയുന്ന പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്പാനിഷ് താരവുമായിട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം അതായത് അർമാൻഡോ സദിക്കിൻ്റെ കാര്യത്തിൽ എന്താണോ ഉണ്ടായത് ആ ഒരു അവസ്ഥ കേരള ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ചു. അവസാന നിമിഷം നമ്മുടെ FC ഗോവ തട്ടിയെടുത്തുകൊണ്ട് പോയതുപോലെ മറ്റേതോ ക്ലബ്ബ് ഈ ഒരു താരത്തെയും തട്ടിയെടുത്തുകൊണ്ട് പോയെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഈ ഒരു താരത്തിൻ്റെ പേരെന്താണെന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു. എന്തായാലും അതിനെക്കുറിച്ചൊരു കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഇത്രയും ലോ ലെവൽ താരത്തെയാണോ കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിട്ട് നടക്കുന്നത്? സോ ഈ ഒരു സ്റ്റെവാൻ ജോവേറ്റിച്ചുമായിട്ട് വന്ന റൂമറുകളൊക്കെ ഭയങ്കര തെറ്റായിരുന്നു. സോ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ 200 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. മാക്സിമം അവിടേക്കൊന്ന് എത്തിക്കുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാക്സിമം ഒന്ന് 10K നോക്കുക. കാരണം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള പെട്ടെന്നുള്ള പല അപ്ഡേറ്റുകളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. സോ 10K ആണ് നമ്മുടെ ലക്ഷ്യം. മാക്സിമം എല്ലാവരും ആ ഒരു സബ് 10Kയിലേക്ക് എത്തിക്കുക. കാണുന്നവരെല്ലാവരും ഒന്ന് ഒരു സെക്കൻഡ് മതി ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കാൻ, ബെൽ നോട്ടിഫിക്കേഷൻ ഓണാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഓണാക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന നിമിഷം കൊളാപ്സായ സൈനിങ് എന്ന് പറയുന്നത് ആ ഒരു പേര് വിക്ടർ ബെർട്ടോമിയോ എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ പേരായിരുന്നു കേട്ടത്. അത് അനസ് ആ ഒരു വ്യക്തി പറഞ്ഞ പേര് ഇതായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഐ ലീഗ് കളിക്കാൻ പോലും ക്വാളിറ്റി ഇല്ലാത്തൊരു പ്ലെയർ എന്ന് തന്നെ പറയാം. വേണമെങ്കിൽ ഐ ലീഗ് കളിപ്പിക്കാം, ഏതെങ്കിലും ലോവർ ഡിവിഷൻ ക്ലബ്സ് കളിപ്പിച്ചെന്ന് പറയാം. സോ അത്രയൊരു ക്വാളിറ്റി മാത്രമുള്ളൊരു പ്ലെയറിനെയാണോ കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ 2 ദിവസം മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം നോക്കിയപ്പോൾ ഇദ്ദേഹം ഫ്രീ ഏജൻ്റ് ആയിരുന്നു, അത് വിത്തൗട്ട് ക്ലബ് വിൽക്കാൻ. ഇപ്പോൾ അദ്ദേഹത്തെ സൈൻ ചെയ്ത ക്ലബ്ബ് നിങ്ങൾക്ക് ഏതാണെന്നറിയോ? ഈസ്റ്റേൺ FC എന്ന് പറയുന്ന ഒരു ക്ലബ്ബാണ്. അതായത് ഹോങ്കോങ് പ്രീമിയർ ലീഗും ഇന്ത്യൻ സൂപ്പർ ലീഗും നമുക്കറിയാം എത്രത്തോളം ഒരു മാർക്കറ്റ് വാല്യൂ സംഭവങ്ങളിലൊക്കെ താഴോട്ട് നിൽക്കുന്നൊരു ലീഗാണ് ഹോങ്കോങ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത്. സോ ആ ഒരു ക്ലബ്ബാണ് അതായത് സൈൻ ചെയ്തിരിക്കുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തെ സൈൻ ചെയ്യാൻ നോക്കിയിരുന്നെങ്കിൽ, അതായത് നോക്കിയായിരുന്നുവെങ്കിൽ ഇത് കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ അതിനെക്കാട്ടി ഒരു താഴെയുള്ളൊരു ക്ലബ്ബാണ് ഈ ഒരു സൈൻ ചെയ്തുകൊണ്ട് പോയിരിക്കുന്നത്. സോ എന്താണ് നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർട്ട് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം തേർഡ് ടയർ, സ്പാനിഷ് തേർഡ് ടയർ, അതുപോലെ തന്നെ ചെറിയ അത് ലോവർ ഡിവിഷൻ ലീഗിലേക്കാണ് കളിച്ചിരിക്കുന്നത്. ഈ ഒരു ലോവർ ഡിവിഷൻ ലീഗിൽ ഗോൾ അടിച്ച വലിയ റെക്കോർഡൊന്നും അദ്ദേഹത്തിൻ്റെ പേരില്ല. പിന്നെ അദ്ദേഹം ഈ ഒരു ഈസ്റ്റേൺ FC എന്ന് പറയുന്ന ക്ലബ്ബിൽ കഴിഞ്ഞ വർഷം കളിച്ചൊരു പ്ലെയറാണ്. അവിടെ 39 കളികളിൽ നിന്ന് 20 ഗോൾ അടിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിൽ അത്ര വലിയ ഇതൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. 27 വയസ്സ്, 31 വയസ്സുണ്ട്. അത്ര അങ്ങോട്ട് പ്രൊഫഷണൽ ഫുട്ബോളിൽ ടോപ്പ് നിൽക്കുന്നൊരു പ്ലെയർ കൂടിയല്ല. സോ എങ്ങനെയാണ് ഇദ്ദേഹത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്രോച്ച് ചെയ്യാൻ വരെ പോയെന്ന് എനിക്കറിയില്ല. അതായത് ദിമിത്രോസ് ഡയമൻഡോക്കോസിന് പകരക്കാരനായിട്ട് ഇദ്ദേഹത്തെയാണോ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കിയ അവസാനം കിട്ടാതെ പോയെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമാണ്. കാരണം ഹോങ്കോങ് പ്രീമിയർ ലീഗ് കളിക്കുന്ന ഒരു പ്ലെയർ, 1.6 കോടി മാത്രം മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു പ്ലെയർ. സോ ഈ ഒരു ടൈപ്പ് ഓഫ് പ്ലെയറിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നതെങ്കിൽ അടുത്ത സീസൺ ഒന്നും പറയാനില്ല. സോ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും വിക്ടർ ബെർട്ടോമിയോ എന്ന് പറയുന്ന ഒരു പ്ലെയറുടെ കാര്യമാണ് ആ ഒരു അനസ് എന്ന് പറയുന്ന പുള്ളി പറഞ്ഞത്. സോ ഇതാണോ ആ പ്ലെയർ എന്നൊരു കാര്യത്തിൽ എന്തായാലും ഭയങ്കര മോശമാണ്. ഈ ഒരു താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കിയെങ്കിൽ